എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സാഫെ എന്ന സകലകലാവല്ലഭയായിട്ടുള്ള കവയിത്രിയെക്കുറിച്ച് പറഞ്ഞു. ആ കവയിത്രി ഏഷ്യ മൈനറിന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ദ്വീപിലാണ് തൻ്റെ സർവകലാശാല സ്ഥാപിച്ചിരുന്നെന്നും പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ആ ദ്വീപ് സാഫെയുടെ ദ്വീപ് എന്ന് അറിയപ്പെട്ടു. പിന്നീട് അതേ സാഫയുടെ പേരിൽ നിന്നു തന്നെ ആ ദ്വീപ് അപകീർത്തിപ്പെടുകയും ഉണ്ടായി. എന്താണെന്നൊരു കാരണം എന്ന് നമുക്ക് അന്വേഷിച്ചാൽ കിട്ടാവുന്ന ഉത്തരം ഇതാണ്. അത് ആ സർവകലാശാലയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ സർവകലാശാലയിൽ യുവതികളെയും പെൺകുട്ടികളെയും മാത്രമേ എടുത്തിരുന്നുള്ളൂ, പരിശീലിപ്പിച്ചിരുന്നുള്ളൂ. ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നത്, ഈ സർവകലാശാലയിൽ പഠനത്തിനായി വന്ന എല്ലാ പെൺകുട്ടികളുമായും യുവതികളുമായും അവരുടെ ഗുരുനാഥയായ സാഫെ പ്രണയബന്ധത്തിലാവുകയും രതിനിർവൃതിയിൽ ആറാടുകയും ചെയ്തു എന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സൂചിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിൽ താൻ കുട്ടിക്കാലം മുതൽ കണ്ടുവന്ന അത്യസ്വമായുള്ള പ്രണയം അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു. അത്യസ്വനോട് അഗാധമായ പ്രണയമായിരുന്നു. മറ്റുള്ളവരോട് ഒരു തരം ലൈംഗിക കാമനയാണ് മിക്കവാറും ഉണ്ടായിരുന്നത്. ഈ അത്യസ്വനോടുള്ള അഗാധ പ്രണയം പിന്നീട് സാഫയുടെ ജീവിതത്തിൽ തന്നെ ദുരന്തമായി മാറുകയുണ്ടായി. ഏതായാലും ഈ സാഫയുടെ സ്ത്രീകളോടുള്ള, അല്ലെങ്കിൽ യുവ തരുണികളോടുള്ള ആസക്തി മൂലം ആ ദ്വീപിന് പിന്നീട്, ആ പ്രവണതയ്ക്ക് പിന്നീട് ആ ദ്വീപിൻ്റെ പേര് കിട്ടി. ആ ദ്വീപിൻ്റെ പേര് ലെസ്ബോ എന്നായിരുന്നു. ആ പേരിൽ നിന്നാണ് ലെസ്ബിയൻ എന്നുള്ള, ഇന്ന് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും ഏത് മാധ്യമമായാലും നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലെസ്ബിയൻ എന്ന പേരുണ്ടാകുന്നത്. കൂടുതൽ അടുത്ത എപ്പിസോഡിൽ പറയാം.